മഴയവധി കൊടുക്കുന്ന പരിപാടിയൊക്കെ കളക്ടർ നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ തിരിച്ച് കണ്ണൂരേക്ക് വന്നു. പിന്നെ ഈ മഴയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ അമ്മേനെയും കൂട്ടി നേരെ കുളത്തിലേക്ക് വന്നു. കരിപ്പാൽ അമ്പലത്തിൻ്റെ കുളമാട്ടോ ഇത്. സ്വിമ്മിംഗ് പൂളിലൊക്കെ കാണുന്ന പോലെ നീല നിറത്തിലുള്ള വെള്ളമാട്ടോ. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് പരിസരത്തുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് എല്ലാ വർഷവും ഈ കുളം വൃത്തിയാക്കാറുണ്ട് കേട്ടോ. ഒരുപാട് പടവുകളുണ്ട്, അതുപോലെ നല്ല ആഴമുണ്ട്. നമുക്ക് പിന്നെ നീന്തലറിയാത്തതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അമ്മയാണെങ്കിൽ നന്നായിട്ട് നീന്തും കേട്ടോ. അമ്മ ഇങ്ങനെ നീന്തുന്ന കാണുമ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ തോന്നും. പിന്നെ എന്നെ പൊക്കാനുള്ള ശേഷി അമ്മയ്ക്കില്ലാത്തതുകൊണ്ട് അടങ്ങി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു 1.5 മണിക്കൂറിലെ നീന്തലൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കരിപ്പാൽ അമ്പലം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്നാൽ അമ്പലത്തിലും കൂടെ പോയാലോ. പിന്നെ നേരെ കരിപ്പാൽ അമ്പലത്തിലേക്ക്. ഞങ്ങളവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം 5-5:30 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 6 മണിയൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർ വരാൻ തുടങ്ങാറ്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ചെന്നു. കർക്കിടക മാസമായതുകൊണ്ട് തന്നെ അവിടെ അമ്പലത്തിൽ രാമായണത്തിൻ്റെ പാരായണമൊക്കെ ഉണ്ടായിരുന്നു. തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന ഏക നാഗക്ഷേത്രം കേട്ടോ കരിപ്പാൽ നാഗക്ഷേത്രം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ആയില്യം ഉത്സവം. ധനുമാസത്തിലെ ആയില്യം തൊട്ട് 3 നാളാട്ടോ കരിപ്പാൽ ഉത്സവം. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.